ഹായ് ഹലോ കുക്കും മെനു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മളിപ്പോൾ എന്നും ഓരോ ന്യൂസ് കേട്ടല്ലേ നമ്മളിങ്ങോട്ട് വരുന്നത്. രാവിലെ എണീക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഞെട്ടിക്കുന്ന ന്യൂസുകളാണ് കിട്ടുന്നത് അല്ലേ. ഇന്നിപ്പം നമുക്ക് കേട്ടത് കോട്ടയത്തിൽ സ്ഥിരമാണ്. ഇപ്പം നമുക്ക് കോട്ടയം ആയിട്ട് ടച്ച് ചെയ്ത് 2-3 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കണ്ടില്ലേ, ഒരു ദമ്പതികളെ ക്രൂരമായി മൃഗീയമായി കൊലപ്പെടുത്തിയെന്ന് നമ്മൾ ന്യൂസ് കണ്ട്. അയാൾ അറിയപ്പെടുന്ന ഒരു വ്യവസായി പ്രമുഖനുമായ ഒരാൾ. ഇപ്പം ഞാൻ പറയുന്നത് അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ നമുക്കിത് കേട്ടിട്ട് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. നമ്മുടെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഈ GCCയിലൊക്കെ ഉള്ളതുപോലെ ശിക്ഷ കൊടുക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഈ കേസ് വലിച്ച് ഓരോ മർഡർ കേസുകളും എല്ലാ കേസുകളും ഈ വർഷങ്ങളോളം നീട്ടി വലിപ്പിച്ച് കൊണ്ടുപോകാതെ പെട്ടെന്ന് സഡനായിട്ടൊരു ആക്ഷൻ എടുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾക്ക് കുറവ് കിട്ടും. ഇത് ജുഡീഷ്യറി ഒരു കൊലപാതകം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മോൻ 2017 മരിച്ചു. അത് തീർത്തും കോടതി പോലും കണ്ടെത്തി ഇത് കൊലപാതകമാണെന്ന് ഉള്ള ഇതുകൊണ്ടായിട്ടാണല്ലോ കഴിഞ്ഞ മാസം CBIക്ക് ഉത്തരവിട്ടു. പക്ഷേ ഈ തന്ത 2019 CBI അന്വേഷണം വേണമെന്നും പറഞ്ഞ് അപേക്ഷിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് CBI അന്വേഷണം ഉത്തരവിട്ടത്. അത് കോർട്ടിന് ബോധ്യമായിട്ടല്ലേ ഉത്തരവിട്ടത്. 2017 നടന്നത്. എത്ര വർഷം പോയി ഓർത്ത് നോക്കി. അതാ പറയുന്നത്, നമ്മൾ അറ്റ്ലീസ്റ്റ് തക്കതായ ശിക്ഷ കൊടുക്കാൻ നമ്മുടെ ജുഡീഷ്യറിയിൽ നിയമമില്ല. തക്കതായ ശിക്ഷ എന്ന് പറഞ്ഞാൽ കടുത്ത ശിക്ഷ കൊടുക്കാൻ നിയമങ്ങളില്ല, നമ്മൾ കണ്ടിട്ടുമില്ല കൊടുത്ത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ കേസുകൾ ഓരോ കേസുകളും വലിച്ചു നീട്ടാതെ ഇത്രയും വർഷങ്ങൾ കൊണ്ടുപോകാതിരുന്നാൽ ഈ ഒരു മോട്ടിവേറ്റ് ആകത്തില്ല. ഏത് കൊലപാതകിക്കും ഒരു ശിക്ഷ കൊടുക്കും. പെട്ടെന്ന് നിയമങ്ങൾ നടപ്പിലാക്കി അവന് തക്കതായ ശിക്ഷയെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ കുറച്ചെങ്കിലും കൊലപാതകങ്ങൾ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും ഇല്ലേ? നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരെ ഇനി വിശ്വസിക്കും? നമ്മൾ ഏറ്റവും കാരണം പെട്ടെന്ന് എന്ത് കൊലപാതകവും എന്ത് കേസ് ചെയ്താലും എത്ര കൂട്ടക്കൊല ചെയ്താലും അവർക്ക് ജാമ്യം കിട്ടും, പുറത്തിറങ്ങും. പിന്നെ അവന്മാർ ഇത് തന്നെയാണ് കാണിക്കുന്നത്. എത്രയോ കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ? ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോയതും ഒരു ക്രിമിനലാണ്. ഇവനെയൊക്കെ പുറത്ത് വിട്ടിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അറ്റ്ലീസ്റ്റ് ജാമ്യം ഒഴിവാക്കുക. ഈ കൊലപാതക കേസിൽ ഏത് കേസിലാണെങ്കിലും ജാമ്യം ബന്ധാക്കുക, ജാമ്യം കൊടുക്കാതിരിക്കുക. ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന കൊലപാതകവും ആത്മഹത്യ ഇതെല്ലാം എന്തിനെയാണ് അടിസ്ഥാനം ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലൊരു സുരക്ഷമായ ഒരു ജുഡീഷ്യൽ ഉണ്ടെങ്കിൽ, ഒരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ അതിനെങ്കിലും ആൾക്കാർ കുറച്ചെങ്കിലും പേടിക്കത്തില്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞു തരാം, ചില കേസുകൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു കേസ് ഇത്രയും വലിച്ച് നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക. എത്ര വർഷം കഴിഞ്ഞ ആ തന്ത ആ മകൻ്റെ ഇതറിഞ്ഞ് കഴിഞ്ഞ മാസം മാർച്ചിൽ CBIക്ക് അന്വേഷണം ഉത്തരവിട്ടു. അതിൻ്റെ അയാളുടെ വക്കീൽ പറഞ്ഞു കേട്ടോ, അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നെന്ന്. എത്രയോ വർഷങ്ങളായിട്ട് ആ മകൻ്റെ നീതിക്ക് വേണ്ടി പൊരുതിയ ഒരു മനുഷ്യന് അയാളെയും കൊന്നു. ഞാൻ പറയുന്നത് ഈ കൊലപാതകം മാത്രമല്ല, നമ്മുടെ ജുഡീഷ്യറിയിൽ ആകെയുള്ള നിയമം ഈ വെറുതെ വിടുന്ന മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു സൊല്യൂഷൻ. ഒരു കുറ്റം ചെയ്താൽ അതിനൊരു 1 വർഷത്തിനുള്ളിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരിപ്പിക്കൽ കുറഞ്ഞു കിട്ടും. ജാമ്യം കിട്ടാതിരിക്കുക, പെട്ടെന്ന് കേസിനൊരു തീരുമാനം ഉണ്ടാക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴെങ്കിലും ഈ ആൾക്കാർക്കൊക്കെ ഒരു പേടി കാണും നമ്മുടെ നിയമവ്യവസ്ഥ. ഇതിപ്പോൾ ആരാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പേടിക്കുന്നത്? കെട്ടാൻ പോകുന്ന ബോയ് ഫ്രണ്ടിനെ കൊന്ന ആ കുട്ടിയുടെ പേരെന്നെ നിഷിയോ വിഷം ജ്യൂസിൻ്റെ അകത്ത് കൊടുത്ത കുട്ടി പറഞ്ഞു തന്നെ, ഞാൻ 34 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങുമല്ലോ, എനിക്കൊരു പേടിയില്ല എന്ന്. ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ കാഴ്ചപ്പാട്. അദ്ദേഹം കഴിഞ്ഞ മാസം ഉത്തരവ് വന്നു. സ്വന്തം കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ
സമൂഹത്തിൽ ഒരു വ്യവസായി സൊസൈറ്റിയുമായിട്ട് നല്ല ഇടപഴകുന്ന ഒരു മനുഷ്യൻ, അതും മൃഗീയമായി അവരെയും കൊലപ്പെടുത്തി. ഇതിങ്ങനെ കിടക്കും വർഷങ്ങളോളം. ഈ ഓരോ കൊലപാതകവും ഓരോ കേസുകളും കേൾക്കുമ്പോഴും നമ്മൾ കാഴ്ചക്കാരായ നമുക്കൊരു ചോദ്യം അങ്ങോട്ട് വരത്തില്ലേ സ്വാഭാവികമായിട്ടും? അറ്റ്ലീസ്റ്റ് ജുഡീഷ്യൽ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഓരോ കേസുകളും ഒരു മിനിമം ഒരു സമയം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ശിക്ഷ കൊടുക്കുമ്പം അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും? ഓരോരുത്തരും വിചാരിക്കുന്ന നമ്മുടെ വീട്ടിലല്ല ഇതുണ്ടായത്, അപ്പുറത്തുണ്ടായതല്ലേ, നമുക്കെന്താ, അല്ലെ അവിടെയല്ലേ ഉണ്ടായത്, നാളെ നമുക്കും ഇതൊക്കെ തന്നെയാണ്, ഇതല്ലെങ്കിൽ ഇതിൻ്റെ വേറെ രൂപത്തിൽ നമുക്കും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് രണ്ട് കാര്യമേ പറയുന്നുള്ളൂ. നമുക്ക് നിയമം അത്ര ജുഡീഷ്യലി നമ്മുടെ നിയമങ്ങൾ ഓരോ തക്കതായി തൂക്കിക്കൊല്ലാനും ഒന്നും നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അങ്ങ് ഹൈ ആണ്. അതിനും ഇനി ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ വിധി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ലേ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഓരോ കേസിനും ഇത്ര വർഷത്തിനുള്ളിൽ, മർഡർ കേസിന് ഇത്ര, പീഡിപ്പിക്കുന്നതിന് ഇത്ര, ഓരോന്നിനും ഇത്ര കാലാവധി വെച്ചെങ്കിലും ആ കേസ് എങ്ങനെ ഒത്തുതീർക്കണ്ടാണ്? ഏത് കേസിനും ഒരു ലിമിറ്റ് കൊടുക്കുക, ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക. ഇപ്പം പലരും കൊലപാതകം ചെയ്താലോ ഈ കേസിൻ്റെ വിധി വരുമ്പോൾ അതാവും, അന്ന് അത്ര നാൾ അവൻ അവിടെ കിടന്ന് വിലസും, ബാക്കിയുള്ളവരെയും കൊല്ലും. രണ്ട് കാര്യമേ പറയുന്നുള്ളൂ. സങ്കടം കൊണ്ട് പറയുക, ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. കൊലപാതകം ഇത് മാത്രം. ഒന്നുകിൽ കേസ് വലിച്ചു നീട്ടാതിരിക്കുക, പെട്ടെന്ന് ഒരു വർഷം ഓരോ കേസിനും ഓരോ ലിമിറ്റഡ് പീരീഡ് കൊടുക്കുക, അതിനുള്ളിൽ കേസ് തീർക്കുക, തക്കതായ ശിക്ഷകൾ കൊടുക്കാൻ നമുക്ക് നിയമ അവസ്ഥയിൽ ഇത്ര ഒരു പരിധി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ. പിന്നെ ഈ കൊലപാതകക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉള്ളവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുക. ഇത് രണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ള വിഷമങ്ങൾ കൊണ്ടുവന്ന് പറയുന്നു.